മലയാള സിനിമ കുറച്ചു കാലങ്ങളായിട്ട് ഓരോ ഡോസ് മറ്റേ കോൺസെൻട്രേറ്റഡ് പവർ ഷോട്ട്സ് പോലെയാണ് ഓരോ സിനിമകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ആസ് എൻ ഇൻഡസ്ട്രി നമ്മൾ ഇങ്ങനെ ആൾക്കാർക്ക് നമ്മൾ മേലെ നോക്കുകയാണ്. ഇവർ തരുന്ന കോണ്ടന്റ്, അതിന്റെ നേറ്റിവിറ്റി എന്ത് ഡിഫറെന്റ് ആയിട്ടാണ്, എന്ത് സിമ്പിളായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ള പല പല ബോക്സസാണ് നമ്മൾ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെയുള്ള സമയത്താണ് ലോക എന്ന് പറയുന്ന ഒരു സിനിമ ഇത്രയും കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് കൊണ്ടുവന്നത്. അതിനകത്ത് നേറ്റിവിറ്റി കൊണ്ടുവന്നു, നമ്മളുടേത് എന്നുള്ളത് ഒരു നേറ്റിവിറ്റി കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് മലയാളം അറിയാത്ത, നമ്മളുടെ ഫോക്ലോസ് അറിയാത്ത, നമ്മുടെ മുത്തശ്ശി കഥകൾ അറിയാത്തവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട് അത് കണക്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പോൾ നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് സിനിമ, ആ സിനിമയിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഐ തിങ്ക് എല്ലാവർക്കും ഫോർ ദാറ്റ് മാറ്റർ ഈ ഇൻഡസ്ട്രിയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു സിനിമ ആ വേൾഡ് മാപ്പിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ഏറ്റവും മേളിൽ ഇങ്ങനെയൊരു സിനിമ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നത് സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ വളരെ അവരുടെ പേഴ്സണൽ വിക്ടറി ആയിട്ടാണ് അവർ കരുതുന്നത്. പേഴ്സണൽ പ്രൈഡായിട്ടല്ലേ നമ്മളെല്ലാവരും കരുതുക. റാൽഫ് അങ്ങനെയല്ലേ കരുതുന്നത്, ഞാനും നമ്മളുടെ അങ്ങനെ തന്നെയാണ്. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്.